നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക് വിശദമായി. ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസ് നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചിൽ കയറി അവർ വെട്ടിയപ്പോ അതിനെ പിന്തുടർന്ന് അതിനെ അറ്റാക്ക് തിരിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് പരിശോധന എത്തി. ഇവർ മറ്റൊരു വെട്ടിയൊരു കാറിൽ ഓടി രക്ഷപ്പെട്ടു. അവർ കാറിനെ ചേസ് ചെയ്തു. ആ ചേസിംഗ് ആണ് സേവറി ഹോട്ടലിലെ ബോംബറിലേക്ക് സമാപിച്ചത്. ഇത് 3 ആക്ഷൻ, ഒരു ആക്ഷന്റെ കൗണ്ടർ ആക്ഷനാണ്. പിന്നെ ഈ കാലുവെട്ടിയ കൈവെട്ടിയ കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് തരാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തകന്റെ കൈയും കാലും നഷ്ടപ്പെട്ടത് 1000 ആളാണ്. 100 അല്ല. സത്യസന്ധമായി ഞാൻ പറയുന്ന 100 അല്ല, 1000 ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ഇവിടെ വന്നപ്പോ ഈ അക്രമത്തിൽ വെട്ടേറ്റവരെ കാണാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ടെലിഫോൺ ചെയ്തപ്പോൾ കടന്നു വന്നത് 86 ആളുകളാണ്. കൈ നഷ്ടപ്പെട്ടവൻ, കാല് നഷ്ടപ്പെട്ടവൻ, ഇയാൾ 3 കേസ് എടുത്ത് പറയുന്നത്. പിണറായി വിജയൻ നത്ത് വിനുവിനെ വെട്ടിയതും കോപ്പർട്ടി പ്രസില് പ്രശാന്തിനെ വെട്ടിയെന്ന് പറയുന്നതും സേവരി ഹോട്ടൽ നാണുവിൻ്റെതാണ് ഒരു കൊല, നാൽപ്പാടി വാസുവിൻ്റെതാണ് ഒരു കൊല, 2 മർഡറാണ്. 2 മർഡർ. കോൺഗ്രസിന്റെ ആളുകൾ മരിച്ചു വീണ ലിസ്റ്റ് വായിക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു 1/4 മണിക്കൂറെങ്കിലും ഇരിക്കണം. ഇതെല്ലാം കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ വെട്ടിക്കൊന്ന ആളുകളുടെ ലിസ്റ്റാണ്. ഈ ആളുകളെ മുഴുവൻ ഈ കണ്ണൂർ ജില്ലയിൽ CPM വെട്ടിക്കുന്നതാ. 2 പേരെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് കൈകൊണ്ട് മരിച്ചത്. ഞാൻ ചോദിക്കുന്നു, ഒരു രാഷ്ട്രീയമില്ലെങ്കിൽ വ്യക്തിപരമായി ഒരാൾ തിരിച്ചാക്രമിക്കുക എന്നത് സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നതല്ലേ? അത് രാഷ്ട്രീയത്തിന് പതിപ്പെടുന്നതിൽ എന്താ അർത്ഥം? ഞങ്ങൾ നേതൃത്വം കൊടുത്ത് ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് മാസങ്ങളോളം കാത്തിരുന്ന് വണ്ടിയിൽ ചുറ്റി ഒരു ഗ്രൂപ്പല്ല, സുഹൈബിനെ വെട്ടാൻ വേണ്ടി 3 ഗ്രൂപ്പിനെയാണ് നിയോഗിച്ചത്. കെ സുധാകരൻ കോൺഗ്രസ് നേതാവ് വാർത്താ സമ്മേളനം നടത്തിയതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. ഷുഹൈബ് വധത്തിൽ പാലയോട് സ്വദേശി സഞ്ജയ് പിടിയിൽ. കൃത്യം നടത്തിയതിനു ശേഷം ആയുധങ്ങൾ ഒളിപ്പിച്ചത് സഞ്ജയാണ്. വിശദാംശങ്ങളുമായി പ്രദീപ് നാരായണൻ ചേരുന്നു. പ്രദീപ്, കഴിഞ്ഞ ദിവസം ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഞ്ജയ് പിടിയിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്ന് രാവിലെയാണ് ഈ പാലൂർ സ്വദേശി സഞ്ജയ് പോലീസിൽ പിടിയിലാകുന്നത്. ആയുധങ്ങൾ കൃത്യം നടത്തിയ ശേഷം ആയുധങ്ങൾ ഒളിപ്പിക്കാൻ സഹായിച്ചു എന്നതാണ് സഞ്ജയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. കഴിഞ്ഞ ദിവസമാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച 3 വാളുകൾ വെള്ളിയാമ്പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. ഇത് കൃത്യം നടത്തിയതിനു ശേഷം കുറ്റിക്കാട്ടിൽ ഒളിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന് സഹായിച്ചത് ഇപ്പോൾ പിടിയിലായ സഞ്ജയാണെന്നും പറയുന്നു. എന്തായാലും ഇപ്പോൾ ഏറെ വിമർശന വിധേയമായിരുന്നു. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ ശേഷം അതിന്റെ ആയുധങ്ങൾ പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നത് ഹൈക്കോടതി പോലും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ആയുധങ്ങൾ കണ്ടെത്തുന്നതും ഇപ്പോൾ ആയുധം ഒളിപ്പിക്കാൻ സഹായിച്ച ആൾ പിടിയിലാകുന്നതും. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ 7 പേർ ഇതിനകം അറസ്റ്റിലായിരിക്കുന്നു. ഗൂഢാലോചനയിലേക്ക് ഉൾപ്പെടെ ഈ കേസിന്റെ അന്വേഷണം നീളുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പോലീസ് നടപടി വ്യക്തമാക്കുന്നത്. കൃത്യമായ ദിശയിലാണ് അന്വേഷണമെന്ന ജില്ലാ പോലീസ് മേധാവി കൂടി ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെല്ലാം പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ കൃത്യം നടത്താൻ ഉപയോഗിച്ച വാഹനം, അതിനുശേഷം പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന നിറമുള്ള ആൾട്ടോ കാർ തുടങ്ങിയവയും പോലീസ് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ശരിയായ ദിശയിലാണ് അന്വേഷണം എന്ന ജില്ലാ പോലീസ് മേധാവിയുടെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. എന്തായാലും ഇപ്പോൾ പാലയോട് സ്വദേശി സഞ്ജയ് കൂടി ഈ കേസിൽ പിടിയിലായിരിക്കുന്നു. ഷുഹൈബ് വധത്തിൽ പാലയോട് സ്വദേശി സഞ്ജയ് പിടിയിലായിരിക്കുന്നു. കൃത്യം നടത്തിയതിനു ശേഷം ആയുധങ്ങൾ ഒളിപ്പിച്ചത് സഞ്ജയ് ആണെന്നാണ് പോലീസിന്റെ നിഗമനം. ആശങ്കയുടെ തീരം. തീരപരിപാലന പ്ലാൻ തിടുക്കത്തിൽ തട്ടിക്കൂട്ടാനുള്ള ശ്രമം ന്യൂസ് 18 തുറന്നു കാട്ടിയതിന് പിന്നാലെ തിരുത്തൽ നടപടികളുമായി സംസ്ഥാന തീരപരിപാലന അതോറിറ്റി. പ്ലാൻ തയ്യാറാക്കാൻ ജൂൺ വരെ സമയം നീട്ടണമെന്നാവശ്യപ്പെട്ട് ദേശീയ ഹരിത ട്രിബ്യൂണലിൽ അപേക്ഷ നൽകി. ആദ്യം തയ്യാറാക്കിയ പ്ലാനിൽ വൻകിട നിയമലംഘകരെ സഹായിക്കാൻ നീക്കം നടന്നെന്ന വെളിപ്പെടുത്തലുമായാണ് അപേക്ഷ. ന്യൂസ് 18 ക്യാമ്പയിൻ തീരാശങ്ക ബിം ഇംപാക്ട്. കേരളത്തിലെ തീരമേഖലയിലെ 1 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ഭൂവിനിയോഗം നിയന്ത്രിക്കുന്നതിനായുള്ള തീരപ്ലാൻ തിടുക്കത്തിൽ തട്ടിക്കൂട്ടാനുള്ള നീക്കം ന്യൂസ് 18 തുറന്നു കാട്ടിയിരുന്നു. ഹരിത ട്രിബ്യൂണലിനെ കാര്യങ്ങൾ ധരിപ്പിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വരുത്തിയ വീഴ്ച അന്വേഷണത്തിൽ വ്യക്തമായതാണ്.
സംഭവിച്ച വീഴ്ചകൾ ഏറ്റുപറഞ്ഞാണ് ഇപ്പോൾ സംസ്ഥാന തീരപരിപാലന അതോറിറ്റി ഇളവിനായി ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. ആദ്യം തയ്യാറാക്കിയ തീരപരിപാലന പ്ലാനിന്റെ കരട് വൻകിടക്കാരുടെ നിയമലംഘനത്തിന് കുടപിടിക്കുന്നതാണെന്ന് അതോറിറ്റി ഹരിത ട്രിബ്യൂണലിൽ തുറന്ന് സമ്മതിക്കുകയാണ്. തീരനിയമലംഘന കേസുകളിൽ സമർപ്പിച്ച നിയന്ത്രണ മേഖലകളിൽ പലതും പ്ലാനിൽ ഇല്ലായിരുന്നു. കേന്ദ്ര സ്ഥാപനമായ തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസാണ് പ്ലാനിന് രൂപം നൽകിയത്. പരിശോധിച്ച് അംഗീകാരം നൽകിയതാകട്ടെ ചെന്നൈയിലെ നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റും. മേഖലയിൽ വ്യത്യാസം വന്നതിനാൽ ഇത് പുനഃപരിശോധിക്കാൻ പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടു. തുടർന്ന് വീണ്ടും പ്ലാൻ തയ്യാറാക്കാൻ 2015 അതോറിറ്റി സെന്റർ ഫോർ എർത്ത് സയൻസസിനോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായുള്ള ജില്ലാതലങ്ങളിലെ പുനഃപരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഫീൽഡ് വിസിറ്റിംഗ് നടത്തി പ്ലാൻ തയ്യാറാക്കാത്തതുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി അതോറിറ്റി സമ്മതിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി ഏപ്രിൽ 30 പ്ലാൻ അന്തിമമാക്കും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഏപ്രിൽ അവസാനത്തോടെ നടപടികൾ പൂർത്തിയാകും. എറണാകുളം, തൃശൂർ, മലപ്പുറം, ആലപ്പുഴ ജില്ലകളുടെ പ്ലാൻ മെയ് അവസാനത്തോടെ തയ്യാറാകും. ഏപ്രിലിനകം പ്ലാൻ സമർപ്പിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിക്കുമെന്ന ഉത്തരവ് ഭേദഗതി ചെയ്ത് കേരളത്തിന് ജൂൺ വരെ സമയം നീട്ടി നൽകണമെന്നാണ് ആവശ്യം. അതോറിറ്റി മെമ്പർ സെക്രട്ടറി പത്മ മഹന്തിയാണ് ഹരിത ട്രിബ്യൂണലിൽ അപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. തീരപരിപാലന പ്ലാനിലെ വീഴ്ചകൾ ഓരോന്നായി പുറത്തുവരികയാണ്. വീഴ്ചകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് ചുമതലയുള്ള പരിസ്ഥിതി വകുപ്പ് ഇനിയെങ്കിലും ഇടപെടുമോ എന്നാണ് അറിയേണ്ടത്. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. തീരപരിപാലന പ്ലാൻ തയ്യാറാക്കാൻ ഈ മാസം 7 നടക്കുന്ന പബ്ലിക് ഹിയറിംഗ് മാറ്റിവെക്കണമെന്ന് ലത്തീൻ സഭ. ഇല്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങും. സർവകക്ഷി സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കണമെന്നും വിഷയം ഏറ്റെടുക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. തീരപ്ലാനിന് അന്തിമരൂപം നൽകുന്നതിന് മുൻപ് കരട് പ്ലാൻ പൊതുജനങ്ങളുമായി ചർച്ച ചെയ്യണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം. മാർച്ച് 7 നടത്താനിരിക്കുന്ന പബ്ലിക് ഹിയറിംഗ് മാറ്റിവെക്കണം. ഇല്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ലത്തീൻ സഭാ വക്താവ് മോൺസിഞ്ഞോർ യൂജിൻ പെരേര പറഞ്ഞു. അപാകതകൾ തിരുത്തി തീരദേശത്തെ പഞ്ചായത്തുകളുമായി ചർച്ച ചെയ്ത് പഞ്ചായത്തുകളുടെ അഭിപ്രായം കൂടി സമാഹരിച്ചിട്ട് വേണം പബ്ലിക് ഹിയറിംഗിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യാപകമായ തീരദേശത്ത് മാത്രമല്ല, ഇത് പുഴയോരങ്ങളുടെ പ്രദേശത്തെ ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നായിരുന്നു KPCC മുൻ പ്രസിഡന്റ് VM സുധീരന്റെ പ്രതികരണം. തീരമേഖലയെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇടപെടുക, നിയമസഭ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുക. നിയമസഭയിൽ വിഷയമുന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ ഒരു നിലപാടുണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ ബന്ധപ്പെടുന്നതാണ്. കേന്ദ്രത്തിന് കത്തയച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും സർവകക്ഷി സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കണമെന്നും കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും അതിനൊന്നും കത്തുകൾക്കൊന്നും കൊണ്ട് മാത്രം നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരല്ല സാമാന്യം കോമൺ സെൻസ് ഉള്ള ആളുകൾ. നേരിട്ട് പോയി ഇടപെട്ട് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരും സംസാരിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണം വേണം. സർക്കാരിന്റെ ശ്രദ്ധക്കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സംയോജിത ഇടപെടൽ വേണമെന്നും NK പ്രേമചന്ദ്രൻ MP. കൃത്യതയോടുകൂടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഹരിത ട്രൈബ്യൂണലിന് മുമ്പാകെ സമർപ്പിക്കാൻ ഈ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ എത്രമാത്രം ഗവൺമെന്റിന് കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. പ്ലാനിന്റെ കരട് രൂപം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വാർഡ് തലത്തിൽ ഹിയറിംഗ് നടത്തണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ പറഞ്ഞു. ഇത് മലയാള ഭാഷയിൽ ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ പത്രങ്ങളിൽ പരസ്യം ചെയ്ത് ആളുകളിൽ നിന്ന് തിരുത്താനുള്ള അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷം മാത്രമേ പബ്ലിക് ഹിയറിംഗ് നടത്താവുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. KM മാണിക്കെതിരെ ആഞ്ഞടിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മാണി അഴിമതിക്കാരൻ തന്നെയാണ്. മാണിക്കെതിരായ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഇടതുമുന്നണി സർക്കാർ. മാണിയെ CPIയിലേക്ക് പേടിയില്ലെന്നും കാനം രാജേന്ദ്രൻ മലപ്പുറത്ത് പറഞ്ഞു. മാണിയുടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഈ LDF ഗവൺമെന്റ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായം മാറിയെന്ന് പറയണോ? വേണ്ട, അഭിപ്രായം അതുതന്നെയാണ്. എപ്പോഴെപ്പോഴും ഇങ്ങനെ മാണി എന്ന് പറയുന്നത് മാണി പേടിച്ചിട്ടാണ്.
ഇല്ല, ഞങ്ങൾ പേടിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞല്ലേ ഉള്ളൂ. ഞങ്ങൾ മാണിയെക്കുറിച്ചൊന്നും പറയാറില്ല. CPM-ന്റെ നിലപാട് ഞങ്ങളിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. LDF ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. LDF ചർച്ച ചെയ്തിട്ട് ഒരു മുന്നണിയിലേക്ക് ഒരു കക്ഷിയെ എടുക്കാൻ പറ്റൂ, ഒരാളിനെ കളയാൻ പറ്റൂ. ഇത് LDF-ന്റെ പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. CPI സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് തുടക്കം. പ്രതിനിധി സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി S. സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും ഇന്നും നാളെയുമായി നടക്കും. വിവരങ്ങളുമായി ബിജു ഗോപിനാഥ് ചേരുന്നു. ബിജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, CPI സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ തുടക്കമായിരിക്കുന്നു. നേരത്തെ പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ CA കുര്യനാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തിയത്. അതിനുശേഷമുള്ള ഉദ്ഘാടന സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി S. സുധാകർ റെഡ്ഡി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഇന്നു മുതൽ 4-ാം തീയതി വരെയാണ് പ്രധാനമായും CPIയുടെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കുന്നത്. കൊല്ലത്ത് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ പാർട്ടിയുടെ പ്രകടനങ്ങൾ, അതോടൊപ്പം തന്നെ 2 വർഷം പൂർത്തിയാകുന്ന പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ദേശീയ തലത്തിലുള്ള ചില വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ സംസ്ഥാന സമ്മേളനം വിശദമായി തന്നെ ചർച്ച ചെയ്യും. പ്രധാനമായും KM മാണി ഇടതുമുന്നണിയിലേക്ക് കടന്നുവരുന്നു എന്നുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു CPI-യിൽ. അതോടൊപ്പം തന്നെ CPM-ന്റെ ഉന്നത നേതാക്കൾ, അല്ലെങ്കിൽ CPM-യുടെ മുൻനിര നേതാക്കൾ തന്നെ മാണിക്ക് ചുവപ്പ് പരവതാനി LDF-ലേക്ക് വിരിക്കുന്നു എന്നുള്ള ആശങ്ക CPM-ൽ നിലനിൽക്കുമ്പോൾ മാണി അഴിമതിക്കാരനാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ടാണ് CPI സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന് തൊട്ടുമുമ്പായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ KM മാണിക്കെതിരായ അതിശക്തമായ നിലപാടുകൾ അല്ലെങ്കിൽ നടപടികൾ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിലുണ്ടാകും. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മന്ത്രിമാരുടെ പ്രകടനവും ദേശീയ തലത്തിൽ BJP-യെ നേരിടുന്നതിന് കോൺഗ്രസുമായി സ്വീകരിക്കേണ്ട അടവ് നയം സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. 4-ാം തീയതി സമ്മേളനം സമാപിക്കും. രേണുക, ബിജു ഗോപിനാഥാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രി എന്ത് അഭിപ്രായം പറയണമെന്ന് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇക്കാര്യത്തിൽ CPI നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും കൊലപാതകം നടക്കുമ്പോൾ പ്രത്യേകം അപലപിക്കേണ്ട കാര്യമില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇല്ല, എല്ലാ ദിവസവും കൊല നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ അപലപിക്കേണ്ട കാര്യമില്ല. CPI-യുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഞങ്ങളെതിരാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ കൊലപാതകത്തിലും പങ്കാളിയായിട്ടില്ല. ഇപ്പോൾ മണ്ണാർക്കാട് ഉണ്ടായിട്ടുള്ള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന 5 ആളുകളുമായിട്ടും ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. മുഖ്യമന്ത്രി എങ്ങനെ മറുപടി പറയണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടാവും. മധുവിന്റെ കൊലപാതകത്തിൽ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് അമ്മ മല്ലി. ഇക്കാര്യം മുഖ്യമന്ത്രി ഉറപ്പാക്കണമെന്നും മധുവിന്റെ അമ്മ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി പ്രസാദ് നുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് മധുവിന്റെ അമ്മ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തിയാണോ അവർക്കുള്ളത്? എന്താണ് വിവരങ്ങൾ? രേണുക, നാളെ അട്ടപ്പാടിയിൽ മുഖ്യമന്ത്രി മധുവിന്റെ വീട് സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളുടെ പുരോഗതിയിൽ മുഖ്യമന്ത്രി നാളെ വിലയിരുത്തും. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിൽ മധുവിനെ കൊലപ്പെടുത്തിയവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടിയെടുക്കണമെന്ന് അമ്മ മല്ലി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ തനിക്ക് നേരിട്ട ഒരു ദുരനുഭവം ഇനി വേറൊരാൾക്കും സംഭവിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി നടപടി എടുക്കണമെന്നതാണ് അമ്മ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മധുവിന്റെ കുടുംബം മറ്റൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്, മധുവിന് മാനസികാസ്വാസ്ഥ്യം നേരിട്ട ഘട്ടത്തിൽ തുടക്കത്തിലെല്ലാം തന്നെ ചികിത്സ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ചികിത്സ കൊടുക്കുന്നതിന് അട്ടപ്പാടിയിൽ ആവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അട്ടപ്പാടിയിൽ നിരവധി ഇത്തരത്തിലുള്ള ആളുകൾ അട്ടപ്പാടിയിലുണ്ട്. അതുകൊണ്ട് ഒരു മാനസികാരോഗ്യ കേന്ദ്രം കൂടി അട്ടപ്പാടിയിൽ തുറക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിയും മുഖ്യമന്ത്രി എടുക്കേണ്ടതുണ്ട് എന്നതാണ് മധുവിന്റെ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. വർദ്ധിപ്പിച്ച ബസ് ചാർജ് നിലവിൽ വന്നു. ഓർഡിനറി ബസ്സുകളുടെ മിനിമം നിരക്ക് 7 രൂപയിൽ നിന്ന് 8 രൂപയായി. ഫാസ്റ്റ് പാസഞ്ചർ നിരക്ക് 10 രൂപയിൽ നിന്ന് 11 രൂപയുമായാണ് വർദ്ധിച്ചത്. സൂപ്പർഫാസ്റ്റ്, സൂപ്പർ ഡീലക്സ് എന്നിങ്ങനെ മറ്റ് സർവീസുകളുടെ നിരക്കിലും വർധനയുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം നിരക്ക് 1 രൂപയായി തുടരും.
മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിന്റെ വിശദാംശങ്ങൾ SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ പഠിച്ച് അറിയിക്കണമെന്ന് ഹൈക്കോടതി. കേസിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കണം. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ തിങ്കളാഴ്ച ഹാജരാകണമെന്നും കോടതി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ പ്രതിയായ കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തത്തിലാണ് സർക്കാർ അഭിഭാഷകനും അന്വേഷണ ഉദ്യോഗസ്ഥനുമെതിരെ ഹൈക്കോടതി വിശദമായ വിമർശനം ഉയർത്തിയത്. അന്വേഷണ സംഘത്തിന്റെയും വിജിലൻസ് സ്പെഷ്യൽ ബ്രിഗേഡുകളുടെയും നിലപാടിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണവുമായി ബന്ധപ്പെട്ട കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥനും വിജിലൻസിന്റെ പ്രത്യേക അഭിഭാഷകനും കഴിഞ്ഞില്ല. ഇതാണ് അതൃപ്തിക്ക് കാരണം. വിജിലൻസിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് ബ്രിഗേഡ് കേസിൽ തുടർന്ന് ഹാജരാകുന്നത് കോടതി വിലക്കുകയും ചെയ്തു. ഒപ്പം ഇനി കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് ഡയറി ഹൈക്കോടതി വാങ്ങിവെക്കുകയും ചെയ്തു. കേസിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്നും വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. കേസ് കൃത്യമായി പഠിച്ചറിയിക്കണമെന്നുമാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശവും നൽകിയത്. തിങ്കളാഴ്ച ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. അഭയ കേസിൽ വിധി പറയുന്നത് തിരുവനന്തപുരം പ്രത്യേക CBI കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയിൽ വിധി പറയുന്നതാണ് മാറ്റിവെച്ചത്. ഫാദർ ജോസ് പുത്രക്കയിൽ, ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ 7 വർഷം മുൻപാണ് ഹർജി സമർപ്പിച്ചത്. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിനെതിരെ വിജിലൻസ് കോടതി പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടു. വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് കോട്ടയം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, കോടതി പ്രാഥമിക അന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രേണുക, കോട്ടയം വിജിലൻസ് കോടതിയാണ് സജി മഞ്ഞക്കടമ്പനും ഭാര്യയ്ക്കും 3 ബന്ധുക്കൾക്കുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗമായ സമയത്ത് സജി മഞ്ഞക്കടമ്പനും ഭാര്യയും മറ്റ് 3 ബന്ധുക്കളും ചേർന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി KFCയിൽ നിന്നും കള്ള സത്യവാങ്മൂലം നൽകി വായ്പ നേടിയെടുത്തുവെന്നാണ് പരാതി. പാല സ്വദേശിയായ ബിൻസ് ജോസഫാണ് പരാതിക്കാരൻ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണ ഉത്തരവിട്ടിരിക്കുന്നത്. സംഭവം മുൻപ് ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. 17 ലക്ഷം രൂപ തന്റെ സ്വാധീനം കൊണ്ട് സജിയും ബന്ധുക്കളും ചേർന്ന് തട്ടിയെടുത്തുവെന്നാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണം. വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഭാര്യയ്ക്ക് ജോലിയില്ലായിരുന്നുവെന്ന സജി കള്ള സത്യവാങ്മൂലം നൽകിയതാണ് പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോട്ടയം വിജിലൻസ് കോടതി ഇദ്ദേഹത്തിനും ബന്ധുക്കൾക്കുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. രേണുക, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ചോറ്റാനിക്കര മകം തുഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നട തുറക്കുന്നതോടെ മകം തുഴൽ ചടങ്ങുകൾ ആരംഭിക്കും. കനത്ത സുരക്ഷാ സംവിധാനമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കുംഭമാസത്തിലെ മകം നാളായ ഇന്നാണ് ചോറ്റാനിക്കര മകം തൊഴൽ. സർവാഭരണ വിഭൂഷിതയായ ദേവിയെ കാണാൻ പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2-നാണ് മകം തൊഴലിനായി നട തുറക്കുക. 8:30 വരെയാണ് ദർശനം. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 283 വനിതാ കോൺസ്റ്റബിൾമാർ ഉൾപ്പെടെ 688 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ ചോറ്റാനിക്കര മകം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ജനത്തിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് തന്നെ ഏകദേശം 685ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. അതായത് SP ഉണ്ട്, IG ഉണ്ട്, SP ഉണ്ട്, കൂടാതെ 5ഓളം DYSമാർ, 15ഓളം CAമാർ, ഏകദേശം 200 SIമാർ, അങ്ങനെ മൊത്തം 688ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ മകം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിലെ കീഴ്ക്കാവിൽ പ്രതിഷ്ഠ നടത്തിയ വില്ലുമംഗലം സ്വാമികൾക്ക് മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് വരം നൽകിയെന്ന ഐതിഹ്യമാണ് മകം തൊഴലിന് പിന്നിൽ. ഇന്ന് പ്രത്യേക തങ്കഗോളക ദേവിക്ക് ചാർത്തും. ന്യൂസ് 18 കൊച്ചി. ചികിത്സ കിട്ടാതെ തമിഴ്നാട് സ്വദേശി മുരുകൻ മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാരോട് സർക്കാർ വിശദീകരണം തേടി. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ 6 മാസത്തിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ നടപടി. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ലോക്പാൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേരുന്ന യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കില്ല. പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കാനുള്ള സർക്കാർ ക്ഷണം നിരസിച്ച് ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. TJ ശ്രീലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീലാൽ, എന്താണ് ഖാർഗെ വിട്ടുനിൽക്കാനുള്ള കാരണം? രേണുക, പ്രത്യേക ക്ഷണിതാവായി ഈ സമിതിയിലേക്ക് ക്ഷണിച്ചത് കാരണമാണ് മല്ലികാർജ്ജുന ഖർഗെ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പ്രത്യേക ക്ഷണിതാവായി ക്ഷണിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാതിരിക്കാനുള്ള സർക്കാരിന്റെ ഒരു ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് മല്ലികാർജ്ജുന ഖർഗെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവില്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ലോക്സഭാ സ്പീക്കറും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമാണ് ഈ ലോക്പാൽ നിയമന കമ്മിറ്റിയിലെ അംഗങ്ങൾ.
ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തത് കാരണം ലോക്സഭയിൽ തന്നെ ഈ ലോക്പാൽ നിയമത്തിൽ ഭേദഗതി ചെയ്യാനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. അതിപ്പോൾ ലോക്സഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയാണുള്ളത്. ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെ ആണ് പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള ഭേദഗതിയാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. അതിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയെങ്കിലും പാർലമെന്റിൽ വന്ന് ഇത് നിയമമായി പാസ്സാക്കിയിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി നേതാവായ മല്ലികാർജ്ജുന ഖർഗെയെ പ്രത്യേക ക്ഷണിതമായി ഉൾപ്പെടുത്തിയത്. എന്നാൽ സർക്കാർ മനഃപൂർവ്വമാണ് ഈ ബില്ല് പാസ്സാക്കാതെ നീട്ടിക്കൊണ്ടുപോയതെന്നും സർക്കാരിന് സ്വന്തം തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രത്യേക ക്ഷണിതമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് മല്ലികാർജ്ജുന ഖർഗെ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്തായാലും മല്ലികാർജ്ജുന ഖർഗെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ദീപക് മിശ്രയും ലോക്സഭയിലെ സ്പീക്കർ സുമിത്ര മഹാജനും പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ വെച്ച് പ്രതിപക്ഷത്തെ ബഹിഷ്കരിക്കുന്ന യോഗത്തിൽ വെച്ച് പുതിയ ലോക്പാലിനെ നിയമിക്കുന്നതിനുള്ള തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. ശരി, TJ ശ്രീലാലാണ് വിവരങ്ങൾ നൽകിയത്. ഊരുകളിൽ ഇന്നും വറുതി. വയനാട് വന്യജീവി സങ്കേതത്തിലെ പുനരധിവാസ പദ്ധതി പരാജയം. കാടിനുള്ളിലെ ഭൂമി വിട്ടു നൽകിയവർക്കുള്ള തുക ലഭിക്കാത്തതിനെ തുടർന്ന് ആദിവാസികൾ വനത്തിൽ തിരിച്ചെത്തി. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ കാട്ടിൽ ദുരിതജീവിതം നയിക്കുകയാണ് ഇവർ. വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിലാണ് നരിമാന്തിക്കൊല്ലി, ഈശ്വരൻകൊല്ലി കോളനികൾ. കൊടുംവനത്തിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 7,40,00,000 രൂപ അനുവദിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയവർ സ്ഥലം വനം വകുപ്പിന് വിട്ടു നൽകി. എന്നാൽ പണം ലഭിച്ചത് 8 കുടുംബങ്ങൾക്ക് മാത്രം, അതും ജനറൽ വിഭാഗത്തിന്. നീ അവിടെ ഇവിടെ നിൽക്ക്, പൈസ ഒക്കെ തരൂ, പേടിക്കൊന്നും വേണ്ട, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ പോയി മക്കളെടുത്തു നിന്നാൽ ആ പൈസ കിട്ടുന്നുമില്ല, തരുന്നുമില്ല, മാറ്റുന്നുമില്ല. അങ്ങനെയാ. സ്വയം സന്നദ്ധ പുനരധിവാസത്തിനായി അനുവദിച്ച കേന്ദ്ര ഫണ്ട് മറ്റാവശ്യങ്ങൾക്കായി സർക്കാർ തിരിച്ചെടുത്തു. കോടി. അപ്പൊ അതിപ്പോ ഗവൺമെന്റ് എടുത്തു എന്നും പറഞ്ഞാൽ അങ്ങനെ എടുത്തു കൊണ്ടുപോയതല്ല, ഇപ്പൊ ഒരു ആവശ്യത്തിന് എടുത്തു എന്നുള്ള രീതിയാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ അത് നമ്മൾ തീർച്ചയായും ആവശ്യപ്പെടുന്നു. വനം വകുപ്പും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അല്ലേലും നമുക്കിത് ചെയ്യാനുള്ള നമ്മുടെ വകുപ്പിലെ പദ്ധതികളും ഉണ്ട്. പണം കിട്ടാതെ വഞ്ചിക്കപ്പെട്ടവർ മുൻ കൈവശ ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ആനയുടെയും കടുവയുടെയും ആക്രമണം ഏതു സമയത്തും ഉണ്ടാവാം. പ്രതിരോധിക്കാൻ ആകെയുള്ളത് ഈ വില്ല് മാത്രം. ഉച്ചയാകുമ്പോഴാണ് 10-11 മണി തുടങ്ങിയ കഴിഞ്ഞാൽ നല്ല വെയിലിന്റെ ചൂടിന് 4 വശത്തുനിന്നും പകല് വരിക. പകൽ വന്ന് വെള്ളം കുടിക്കാനും പച്ച തിന്നാനും ഇതിനു വേണ്ടിയിട്ടാണ് രാവും പകലും ഇവിടെ ആന തന്നെയാണ്. കാട്ടിലെ ജീവിതത്തിനിടയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാറില്ല. ആദിവാസി കുടികളിലേക്ക് വെളിച്ചമെത്തിയിട്ടില്ല. അസൗകര്യങ്ങൾ അങ്ങനെ നിരവധിയാണ്. അനുവദിച്ച ഫണ്ട് കൂടി പോയതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥ. കാടിന്റെ മക്കൾ എന്ന സ്ഥിരം കാൽപ്പനികതയോട് ഇവർക്ക് ഒട്ടുമില്ല താല്പര്യം. ആകെയുള്ളത് സുരക്ഷിതമായൊരു കൂര എന്ന സ്വപ്നം മാത്രം. അതിനായി വകയിരുത്തുന്ന കോടികളൊക്കെ ഇങ്ങനെ വകമാറ്റി ചെലവഴിക്കാൻ തുടങ്ങിയാൽ ആ സ്വപ്നത്തിന്റെ ഗതി എന്താവും? ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യക്കൊപ്പം ഈശ്വരൻകൊല്ലി കോളനിയിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18.